ഹലോ, വെൽക്കം ടു ടിപ്സ് ഫോർ മോം. എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികൾ തലയിടിച്ച് വീണാൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ കുട്ടികൾ വീഴുക എന്നത് സർവ്വസാധാരണയാണ്. എന്നാൽ ചില വീഴ്ചകൾ കട്ടിയേറിയതാണ്. അത്തരത്തിൽ കുട്ടികൾ വീഴുമ്പോൾ തലയ്ക്കുണ്ടാകുന്ന അടികൾ നിസ്സാരമായി കാണാതിരിക്കുക. കടുപ്പമേറിയ വീഴ്ചയിൽ തലക്കകത്തെ രക്തക്കുഴലുകളിൽ രക്തസ്രാവവും നീർക്കെട്ടും ചതവും ഉണ്ടാക്കുന്നു. തലയിലുണ്ടാക്കുന്ന ആന്തരിക പരിക്ക് തലയൊട്ടി, തലച്ചോർ ഇവയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. അത് മറ്റ് പല രോഗങ്ങൾക്കും വഴിവെക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ തലയിടിച്ച് വീഴുമ്പോൾ ഇത്തരത്തിൽ ആന്തരിക പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നിർത്താതെയുള്ള കരച്ചിൽ. വീണതിനു ശേഷം കുട്ടി പതിവ് പോലെ കളിക്കുകയും ചിരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. നിർത്താതെയുള്ള കരച്ചിലോ ദേഹത്ത് പരിക്കുകളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. തലയിൽ മുറിവോ ചതവോ മുഴകളോ ഉണ്ടോ എന്ന് നോക്കണം. രക്തം കട്ടപിടിക്കുന്നത്. കണ്ണിന് ചുറ്റുമോ ചെവിക്കു പിറകിലോ ആയിട്ട് രക്തം കല്ലിച്ച പാടുകൾ ഉണ്ടെങ്കിൽ അവ തലയോട്ടിക്കോ തലച്ചോറിനോ സംഭവിച്ച ക്ഷതത്തിൻ്റെ ലക്ഷണങ്ങളാവാം. രക്തസ്രാവം. ചെവിയിൽ നിന്നോ മൂക്കിൽ നിന്നോ വരുന്ന രക്തം തലക്കകത്ത് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് കാണിക്കുന്നു. മാത്രവുമല്ല, നിർത്താതെയുള്ള ഛർദി, ബോധക്ഷയം, മയക്കം, അപസ്മാരം, കാഴ്ചയിലും സംസാരത്തിലുമുള്ള വ്യത്യാസം, ശ്വസന വ്യതിയാനം, നിൽക്കാനോ നടക്കാനോ ഉള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ തലയ്ക്ക് പറ്റിയ പരിക്ക് ഗൗരവമുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ലെങ്കിൽ പോലും വീണ കുട്ടിയെ 24 മണിക്കൂർ നമ്മൾ നിരീക്ഷിക്കണം. എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്